നമസ്കാരം. ഇന്ന് നമുക്ക് പാരായണം ചെയ്ത ഗീതാ സന്ദർഭത്തെ പറ്റിയുള്ള പ്രഭാഷണം നിർവഹിക്കുന്നത് ശ്രീ ഹരികുമാർ അവർകളാണ്. ഡോക്ടർ ഹരികുമാർ അവർകളാണ്. അദ്ദേഹം വിദേശത്താണ്, UAE-യിലാണ്. എങ്കിൽ പോലും നമ്മളുടെ ഈ യജ്ഞം എല്ലാ രാജ്യങ്ങളിലും എത്തുന്നു എന്നുള്ളതിൻ്റെ ഒരു വലിയ സൂചന കൂടിയാണ്. അവിടെ നിന്നുകൊണ്ട് അദ്ദേഹം ഇത് ദർശിക്കുവാനിടയായി. തീർച്ചയായും അദ്ദേഹത്തിന് ഇതിൽ പങ്കാളിയാവണമെന്നുള്ള താല്പര്യം നമുക്കും അതൊരു ഗുണകരമാകുന്നു, സന്തോഷമാകുന്നു. ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന് പ്രാർത്ഥിക്കുകയും എല്ലാ ലോകവും വസുധൈവ കുടുംബകമെന്ന സങ്കല്പം ലോകത്തിന് സമ്മാനിക്കുകയും ചെയ്ത ഭാരതത്തിൻ്റെ ആധ്യാത്മിക ജ്ഞാനം ലോകം മുഴുവൻ വ്യാപിച്ചുകൊണ്ടിരിക്കുമ്പോൾ വിദേശ രാജ്യങ്ങളിൽ നിന്ന് പോലും നമ്മുടെ ഈ പരിപാടിയിൽ പങ്കെടുക്കുവാൻ താല്പര്യം കാണിച്ച അദ്ദേഹത്തിനുള്ള നമസ്കാരം അറിയിച്ചുകൊണ്ട് അദ്ദേഹത്തിന് നമുക്ക് ഇന്നത്തെ പ്രഭാഷണത്തിനായിട്ട് ക്ഷണിക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. നമ്മൾ തന്നെ പറയാറുണ്ട് 33 കോടി ദേവതമാരായിരുന്നു അന്നുണ്ടായിരുന്നു. അപ്പോൾ അന്നുണ്ടായിരുന്നവരുടെ ജീവിതചര്യയും ഇന്നുണ്ടായിരിക്കുന്നവരുടെ ജീവിതചര്യയും തമ്മിൽ നാം വെറുതെയെങ്കിലും ഒന്ന് ചിന്തിച്ചു നോക്കുക. ഉള്ള ജനങ്ങളുടെ ഏകദേശം 33% ദൈവമായിരുന്ന ഒരു സമയത്താണ് ഭഗവാൻ വേദവ്യാസൻ യോഗികളുടെ മരണസമയത്തെക്കുറിച്ച് പ്രതിപാദിച്ചത്. അന്നത്തെ അവരുടെ ആഹാരരീതി, അന്നത്തെ അവരുടെ ചിന്താധാരകൾ, അന്നത്തെ അവരുടെ ബ്രഹ്മചര്യം, അവരുടെ ആസ്തേയം, ദയ, സന്തോഷം, സ്വാധ്യായം, ഇതെല്ലാം അന്നത്തെ കാലത്തെ വെച്ച് ചിന്തിച്ചു നോക്കുമ്പോൾ ഇന്ന് ബ്രഹ്മജ്ഞാനികളെ കണ്ടെത്തുവാൻ വളരെ ബുദ്ധിമുട്ടാണ്. നാം ചെയ്യേണ്ടത് എന്താണ്? പഞ്ചശീലങ്ങളിൽ കൂടിയും അഷ്ടാംഗയോഗത്തിൽ കൂടിയും നാം നമ്മളുടെ ജീവിതചര്യയെ മാറ്റിയെടുത്തിട്ട് നമ്മൾ ബ്രഹ്മജ്ഞാനികളാകുവാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇപ്പോഴത്തെ സമയത്ത് ആർക്കൊക്കെ ചെയ്യാൻ പറ്റും? ഇന്ന് ലോകത്ത് ജീവിച്ചിരിക്കുന്ന ഏതൊക്കെ വ്യക്തികൾക്ക് അതേ രീതിയിലുള്ള ബ്രഹ്മജ്ഞാനികളായിട്ട് മാറാൻ പറ്റും? ഇത് ഇടയ്ക്ക് വെച്ച് നിന്നുപോയ ഒരു കാലഘട്ടമുണ്ട്. അതായത് ഭഗവത്ഗീത നമ്മളൊക്കെ ഉപേക്ഷിച്ചു പോയ ഒരു കാലം. അന്ന് അതിനെക്കുറിച്ച് നമ്മളാരും ഒന്നും ചിന്തിച്ചിട്ടില്ല. ഇപ്പോഴാണ് അതിനെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങിയത്. അപ്പൊ തുടങ്ങിയിരിക്കുന്ന സമയത്തെങ്കിലും നമ്മൾ അതിനെ വേണ്ട രീതിയിൽ തന്നെ മുമ്പോട്ട് കൊണ്ടുപോകണം. ഇവിടെ അങ്ങനെയുള്ള ബ്രഹ്മജ്ഞാനികളാണ് ബ്രഹ്മവിദോ ജനാഹ എന്ന് പറഞ്ഞിരിക്കുന്നത്. അഗ്നി ജ്യോതിരഹ ശുക്ലഹ ഷൺമാസ ഉത്തരായണം. ഏതൊക്കെ സമയത്താണ് ഇവരുടെ ദേഹം വിട്ടിട്ട് ദേഹി പോകുന്നത്? ആ സമയത്തെക്കുറിച്ചാണ് ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്നത്. ജ്യോതിസുള്ള ദിവസങ്ങൾ, പകൽ സമയം, വെളുത്ത പക്ഷമായിരിക്കുന്ന സമയം, ഉത്തരായണ കാലത്തിലുള്ള ദിനങ്ങൾ, ഇനിയും തീ പോലെ ജ്വലിക്കുന്ന തീ പോലെയുള്ള പ്രകാശവും ചൂടും ഒക്കെയുള്ള സമയം. ഈ സമയത്തൊക്കെ പ്രയാണം ചെയ്യുന്ന ബ്രഹ്മജ്ഞാനികൾ ബ്രഹ്മത്തെ പ്രാപിക്കുന്നു. മറ്റുള്ളവർക്ക് ബ്രഹ്മത്തെ പ്രാപിക്കാനേ പറ്റില്ല. അതായത് ബ്രഹ്മത്തെ പ്രാപിക്കുന്നു എന്ന് പറയുമ്പോൾ പുനർജനനം എന്നുള്ളത് അവർക്കില്ലാതാകുന്നു. അതായത് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്ന മോക്ഷം അവർക്ക് ഉണ്ടാകുന്നു. ഇതാണ് ഭഗവാൻ പറഞ്ഞു വച്ചിരിക്കുന്നത് 24-ാമത്തെ ശ്ലോകത്തിൽ. ഏത് സമയത്താണ് മരണം? ഒരു ബ്രഹ്മജ്ഞാനിയുടെ, ഒരു യോഗിയുടെ മരണം ഏത് സമയത്താണോ സംഭവിക്കുന്നത്, ആ സംഭവിക്കുന്ന സമയത്തെ നോക്കിക്കൊണ്ട് തന്നെ
അദ്ദേഹം എവിടേക്കാണ് പോകുന്നത്? ചന്ദ്രമണ്ഡലത്തിലേക്കാണോ പോകുന്നത്, അതോ ഭഗവാനിലേക്ക് തന്നെ തിരിച്ചു പോവുകയാണോ ചെയ്യുന്നത് എന്ന് പറയാൻ സാധിക്കും എന്നാണ് 24-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ നമ്മളോട് പറയുന്നത്. 24-ാം ശ്ലോകത്തിൽ എന്തു പറഞ്ഞു? അതിന്റെ നേരെ വിപരീതമായിട്ടുള്ള സമയത്തെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ഭഗവാൻ. 24 പകലായിരുന്നു പറഞ്ഞുവെങ്കിൽ 25 അത് രാത്രി സമയമാകുന്നു. 24 വെളുത്ത പക്ഷമാണ് എങ്കിൽ 25 അത് കറുത്ത പക്ഷമാണ്. 24 ഉത്തരായനമായിരുന്നു എങ്കിൽ 25 അത് ദക്ഷിണായന കാലമായിട്ട് മാറുകയാണ്. പുകമണ്ഡലം കൊണ്ട് മൂടി നിൽക്കുന്ന, സൂര്യപ്രകാശം ശരിക്കേൽക്കാത്ത പകൽ അല്ലെങ്കിൽ രാത്രി സമയം, ഒന്നിനും ഒരു ഉണർവില്ലാതിരിക്കുന്ന സമയത്ത് ഏത് യോഗിയാണോ കാലത്യാഗം ചെയ്യുന്നത് ആ യോഗിയുടെ ജീവൻ ബ്രഹ്മം ചന്ദ്രമണ്ഡലത്തിൽ എത്തിയിട്ട് തിരിച്ച് ഭൂമിയിലേക്ക് തന്നെ വരുന്നു. അതായത് അവർക്ക് പുനർജന്മം ഉണ്ടാകുന്നു. അപ്പോൾ എന്ത് കാരണമായിരിക്കാം ഇത്രമാത്രം ബ്രഹ്മജ്ഞാനികളായിട്ടുള്ള വ്യക്തികൾ, ഏത് കാരണം കൊണ്ടായിരിക്കാം ചന്ദ്രമണ്ഡലം വരെ പോയിട്ട് തിരിച്ചു വരേണ്ട അവസ്ഥയുണ്ടാകുന്നു? ഇത് 24-ലും പറയുന്നത് ബ്രഹ്മയോഗികളുടെ കാര്യം, 25-ലും പറയുന്നത് ബ്രഹ്മയോഗികളുടെ കാര്യം. എന്തുകൊണ്ടാണ് ചില ബ്രഹ്മയോഗികൾ, ബ്രഹ്മജ്ഞാനികൾ ഈ ദക്ഷിണായന കാലത്തിൽ മരിക്കുവാനും ചില യോഗികൾ ഉത്തരായന കാലത്തിൽ മരിക്കുവാനും ഇടയാകുന്നത് എന്തുകൊണ്ടാണ്? എന്താണ് ഭഗവാൻ അവിടെ ഒരു വിവേചനം കാണിച്ചിരിക്കുന്നത്? ഇത് ഭഗവാൻ കാണിച്ച വിവേചനം അല്ല. അങ്ങനെയുള്ള യോഗികൾ, അതായത് ദക്ഷിണായന കാലത്ത് ദേഹം ത്യജിച്ചു പോകുന്ന യോഗികൾ അറിഞ്ഞോ അറിയാതെയോ ഏതോ ഒരു കർമ്മത്തിൽ ചെറിയ പിശകുകൾ പറ്റിയിട്ടുണ്ട്. ഉദാഹരണത്തിന് നമ്മളൊരു യോഗിയെ കാണാൻ പോവുകയാണ്. നമ്മൾ ചെല്ലുന്നത് BMW കാറിലാണെന്ന് വിചാരിക്കുക. അപ്പൊ അവിടെ ഇങ്ങനെ നമ്മൾ ചെല്ലുന്നു, യോഗിയെ വന്ദിക്കുന്നു, ആ ബ്രഹ്മജ്ഞാനിയെ നമ്മൾ സാഷ്ടാംഗം പ്രണാമം ചെയ്യുന്നു. അദ്ദേഹവുമായിട്ട് സത്സംഗം നടത്തിയതിന് ശേഷം അദ്ദേഹം നമ്മളോട് ചോദിക്കുന്നു, ഇത് സ്വന്തം കാറാണോ? നല്ല വിലയുള്ള കാറാണല്ലോ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പറയുന്നു നമ്മുടെ കാറാണ്, അല്ലെങ്കിൽ വാടകയ്ക്കെടുത്ത കാറാണ്, അല്ലെങ്കിൽ ഇവിടെ മറ്റു സഹോദരന്റെ കാറാണ് എന്നുള്ള ഉത്തരം നമ്മൾ കൊടുക്കുന്നു. അപ്പോൾ അറിയാതെ പോലും അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് എന്ത് വിലപിടിപ്പുള്ള കാറ്, നല്ല കാറ്, ഇതിലൊന്ന് യാത്ര ചെയ്യാൻ പറ്റിയിരുന്നു എങ്കിൽ ഇവിടെ ഒരു ആഗ്രഹം സൃഷ്ടിക്കപ്പെടുകയാണ്. ഈ ആഗ്രഹം പൂർത്തീകരിക്കുന്നുണ്ടോ പൂർത്തീകരിക്കുന്നില്ലയോ എന്നുള്ളത് ബാധകമാണ്. അദ്ദേഹത്തിന്റെ കാലത്യാഗം ചെയ്യേണ്ടി വരുന്ന സമയം വരെ ഈ ആഗ്രഹം അത് പൂർത്തീകരിക്കാതെ നിൽക്കുകയാണ്. അങ്ങനെയുള്ള സമയത്ത് അദ്ദേഹത്തിന്റെ ഒരാഗ്രഹം ബാക്കി വെച്ചിട്ടാണ് അദ്ദേഹം പോകുന്നത്. അപ്പോൾ ഒരു ചെറിയ ആഗ്രഹം പോലും നമ്മളുടെ ഈശ്വര ദർശനത്തെ, നമ്മുടെ മോക്ഷത്തെ തളച്ച് ഇടാൻ പറ്റും. ഏത് ചെറിയ ആഗ്രഹമാണെങ്കിലും അതൊരു കാമം തന്നെയാണ്. അങ്ങനെയാണ് എങ്കിൽ ഈ ഒരു കാമം ബാക്കി വെച്ച മഹായോഗികളിൽ ഒരാളുടെ ജീവനായിരിക്കണം ചന്ദ്രമണ്ഡലത്തിൽ പോയിട്ട് തിരിച്ചു വന്നത്. ഇത്
എന്റെ ചിന്തയിൽ നിന്ന് ഉയർന്നു വന്നതാണ്. ഇത് ഭഗവത്ഗീതയിൽ അതേ അർത്ഥത്തിൽ തന്നെയാണ് പ്രതിപാദിച്ചത്. അതായത് യോഗികളുടെ മനസ്സുകളിൽ ഒരിക്കലും കാമക്രോധ ലോഭമോഹാദികൾ ഉണ്ടാകാൻ പാടില്ല. അത് നമ്മളുടെ മനസ്സിലാണെങ്കിലും നമ്മൾ ഇന്ദ്രിയ നിഗ്രഹം നടത്താനുള്ള കഴിവും കൂടെ നമുക്ക് നേടിയെടുക്കേണ്ടത് അത്യാവശ്യമാണ്. അതാണ് 25-ാമത്തെ അധ്യായം. 24 എന്താണോ അതിന്റെ നേരെ ഓപ്പോസിറ്റാണ് 25-ാമത്തെ അധ്യായം.